പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്. നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു. ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുന്നതിനൊപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ അനുവദിക്കും എന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്ന സർക്കാർ വാഗ്ദാനം. എന്നാൽ പ്രകടന പത്രികയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വാഗ്ദാനം അടുത്ത ബജറ്റിലെങ്കിലും അനുവദിച്ചില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സർക്കാരിന് അത് വലിയ ക്ഷീണമാകും. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ വിതരണത്തിന് വിലങ്ങുതടിയാകുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തിരിച്ചടിയെന്നായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകളാണ് സർക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷനെ ആശ്രയിക്കുന്നത്. പ്രതിമാസം പെൻഷൻ ഇനത്തിൽ പ്രതിവർഷം സംസ്ഥാനത്തിന് വേണ്ടിവരുന്നത് 9000 കോടി രൂപയാണ്. കേന്ദ്ര നയം മൂലമാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നതെന്നാണ് ധനവകുപ്പിൻ്റെ അഭിപ്രായം. പെൻഷൻ കമ്പനിയിലൂടെ പുതിയതായി പെൻഷൻ സമാഹരണം നടത്തി ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. പെൻഷൻ കമ്പനിയുടെ ഈ ധനസമാഹരണത്തെ സർക്കാരിൻ്റെ പൊതുകടമായി കണക്കാക്കി പെൻഷൻ വിതരണത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതെന്നാണ് ധനവകുപ്പിൻ്റെ വിശദീകരണം. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്.